ഹലോ, ഹായ്, വെൽക്കം ടു ബിയ ദി എക്സ്പ്ലോറർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടുത്തെ ഡബ്ലിൻ കാസിൽ കാണാൻ പോകുന്ന ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്, എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ എൻ്റെ കൂടെ വരുന്നുണ്ട്, ജിംബിൾ ആൻഡ് വിശ്വനാഥൻ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടാണ് ഇന്ന് ഡബ്ലിൻ കാസിലും അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളും ഒക്കെ കാണാൻ പോകുന്നത്. ഇവിടുത്തെ ഡബ്ലിൻ കാസിലും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും സിറ്റിയും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത്. ഇന്നത്തെ ദിവസം നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ളൊരു ഡേ ആയിരുന്നു. മഴയൊട്ടും ഇല്ലായിരുന്നു, പക്ഷെ തണുപ്പ് നല്ല പോലെ തോന്നുന്നൊരു ദിവസമായിരുന്നു. നമ്മൾ ഈ വെയിൽ കണ്ടിട്ട് തെറ്റിദ്ധരിക്കും, അതായത് തണുപ്പൊന്നും കാണത്തില്ലെന്ന്. പക്ഷെ അങ്ങനല്ല, ഈ ഒരു മാസത്തിൽ നല്ല വെയിലുണ്ടെങ്കിലും അതിൻ്റെ കൂടെ എക്സ്ട്രീം തണുപ്പും കാണും. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് പോകുന്ന കണ്ടത്. ഞാൻ എൻ്റെ ഫോണിൻ്റെ സൂമിങ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നപ്പോഴത്തേക്കും എൻ്റെ ബസ് വന്നു. ഇതാണ് ആസ് യൂഷ്വൽ എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്നൊരു സീൻ. ഞാൻ എൻ്റെ വ്ളോഗിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബസ് വരുന്ന സീന്. എന്തായാലും ഞാൻ അങ്ങനെ ബസ്സിൽ കയറി സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ നേരമുള്ള കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണുന്നത്. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever. അങ്ങനെ സിറ്റി സെൻറ്ററിലെ ഒരു സ്റ്റോപ്പ് എത്തുമ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ വെച്ചിട്ടാണ് ബസ് ഡ്രൈവേഴ്സ് മാറുന്നത്. കാരണം ഒരു ഡ്രൈവറിൻ്റെ ഷിഫ്റ്റ് കഴിയുമ്പോൾ വേറൊരു ഡ്രൈവർ കയറും. ഇപ്പോൾ കയറിയത് ഒരു ലേഡി ഡ്രൈവറായിരുന്നു. ഇവിടുത്തെ ഡബ്ലിൻ ബസ്സിൽ ഒരുപാട് ലേഡി ഡ്രൈവേഴ്സ് ഉണ്ട്. അതുപോലെ ഇവിടുത്തെ ഒരു കോമൺ കാഴ്ചയാണ് ഇങ്ങനെ ഡ്രൈവേഴ്സ് അവരുടെ ഷിഫ്റ്റ് കഴിയുമ്പോൾ ഈ നമ്മുടെ ട്രിപ്പിൻ്റെ ഇടയിൽ വെച്ച് തന്നെ ചേഞ്ച് ചെയ്യുന്നത്. അത് ഞാൻ ഡബ്ലിനിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇതൊക്കെ എനിക്ക് ഡബ്ലിനിൽ വന്നപ്പോഴുള്ള പുതിയ അറിവുകളും കാഴ്ചകളും ഒക്കെ ആയിരുന്നു. എന്തായാലും അങ്ങനെ ഞാൻ ഡെയിം സ്ട്രീറ്റ് എന്നുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി. ഞാനും വിശ്വനാഥനും ഈ ഡെയിം സ്ട്രീറ്റിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാനങ്ങനെ ഇവിടെ തന്നെ ഉള്ള ഒരു വെയിറ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലം നോക്കി സെർച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ കാരൽസ് എന്നുള്ളൊരു ഗിഫ്റ്റ് ഷോപ്പ് കണ്ടു. അതിവിടുത്തെ ഒരു ഫേമസ് ഗിഫ്റ്റ് സൊവനിയർ ഷോപ്പാണ്. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഈ ഡബ്ലിനിൽ തന്നെ. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടു നിന്നപ്പോഴത്തേക്കും വിശ്വനാഥന് ഈ കാരൽസിൽ വന്നു. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ 2nd ഫ്ലോറിലുണ്ടെന്ന്. എൻ്റെ വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഡബ്ലിൻ കാസിലേക്ക് നടന്നു. ജിംബിളിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. അവൻ ഡയറക്റ്റ് കാസിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കാസിലിൽ പോകുന്നത്. തൊട്ടടുത്തായിരുന്നു. ഒരു 10 മിനിറ്റ് എടുത്തുള്ളൂ നടന്നെത്താൻ വേണ്ടിയിട്ട്. സൂര്യനും തണുപ്പും. ഓ മൈ ഗാഡ്. ഓ, എൻ്റെ ക്യാമറയുടെ ആ ക്ലാരിറ്റി നീ നോക്കുന്നു. Wow. Welcome to Dublin Castle. Wow. Welcome to Dublin Castle. Okay, ഞാൻ വോയിസ് ഓവർ. 800 വർഷത്തെ ചരിത്രമുള്ള ഡബ്ലിൻ കാസലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഡബ്ലിൻ സിറ്റിയുടെ ഹൃദയഭാഗത്താണ് ഡബ്ലിൻ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ 13-ാം നൂറ്റാണ്ടിൽ ഒരു വൈക്കിംഗ് സെറ്റിൽമെൻറ്റിലാണ് നിർമ്മിച്ചത്. ചരിത്രത്തിലുടനീളം ഇത് നിരവധി റോളുകൾ വഹിച്ചിട്ടുണ്ട്, ഒരു കോട്ട മുതൽ അയർലൻഡിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കേന്ദ്രം വരെ. ഇന്ന് ഇത് അയർലൻഡിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. എടാ, നിനക്ക് എൻ്റെ വ്ളോഗിൽ വന്ന കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ നിങ്ങളൊക്കെ എൻ്റെ വ്ളോഗിലെ ആക്ടേഴ്സാണ്. നന്നായി അഭിനയിക്കുന്നു. ഒന്നും വേണ്ട, നീ ഇങ്ങനെ അങ്ങ് നടന്ന റിയലായിട്ട് ആക്ട് ചെയ്താൽ മതി. സുന്ദരനായിട്ടുണ്ടല്ലോ ഒന്ന്.
എനിക്കില്ല, ഞാൻ 8 യൂറോയുടെ എടുത്തോളാം. അവരാദ്യം നിങ്ങളുടെ ഡേറ്റ് നോക്കുന്നുണ്ടോ നോക്കട്ടെ. എന്ത് കോഡ്? ലോക്കാക്കിയല്ലോ. ഞാൻ വെക്കത്തില്ല, നീ അടയ്ക്കും. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അടുത്ത റൂമിലേക്ക് വന്നപ്പോൾ എൻ്റെ ബാക്ക് പാക്ക് നമ്മൾ ലോക്കറിൽ വെക്കണം എന്ന് പറഞ്ഞു. കാരണം അവിടെ ബാക്ക് പാക്കോ അല്ലെങ്കിൽ വലിയ ബാഗോ ഒന്നും ഇൻസൈഡ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ ആ ലോക്കറിൻ്റെ ലോക്ക് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരുന്നു ഈ കുറച്ച് നേരം. പിന്നീട് ഞങ്ങൾ നെക്സ്റ്റ് റൂമിലേക്ക് പോയപ്പോൾ അതായിരുന്നു നമ്മൾ ഈ കാസിലേക്ക് എൻട്രി ചെയ്യേണ്ട ആദ്യത്തെ റൂം. അവിടെ കുറേ ആർട്ട് വർക്ക്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകളുമൊക്കെ കണ്ട് ഈ ഹിസ്റ്റോറിക്കൽ സീരീസിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സ്റ്റെയേഴ്സ് കണ്ടതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ ക്രിസ്മസ് അടുക്കുന്നതുകൊണ്ട് അവിടെ ഒരു ക്രിസ്മസ് ട്രീയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് എല്ലാ ഷോപ്പിലും അല്ലെങ്കിൽ എല്ലാ പ്ലേസിലും വീടുകളിലും ഒക്കെ ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് ഏറ്റവും നല്ലൊരു കാഴ്ചയാണ് ഇവിടുത്തെ. പിന്നീട് ഞങ്ങൾ അവിടുത്തെ ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളിലേക്ക് പോയി. ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ ആർട്ട് വർക്ക്സ് ഒക്കെ ഇരിക്കുന്ന പ്ലേസ് കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് അപ്സ്റ്റേഴ്സിലേക്കായിരുന്നു. കാരണം ബാക്കി റൂംസ് ഒക്കെ ഉള്ളത് അപ്സ്റ്റേഴ്സിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നീട് നെക്സ്റ്റ് ഫ്ലോറിലേക്കാണ് പോയത്. ഈ ഒരു പോർട്രേറ്റ് ബ്രിട്ടീഷ് രാജാവായിരുന്ന കിങ് വില്യം ഫോർത്തിൻ്റേതാണ്. അയർലൻഡ് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്തെ രാജാവായിരുന്നു. അതിനാൽ ഈ ബ്രിട്ടനും അയർലൻഡും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം അവിടെ വെച്ചിരിക്കുന്നത്. വാസ്തുശാസ്ത്ര പ്രകാരം വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്ത് എല്ലാ പ്രധാന മുറികളെയും കണക്ട് ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇടനാഴിയാണ് ദ സ്റ്റേറ്റ് കോറിഡോർ എന്നറിയപ്പെടുന്ന ഈ ഡബ്ലിൻ കാസിലിലെ ഈ ഒരു കോറിഡോർ. അവിടുന്ന് ഞാൻ നേരെ ചെന്നത് അടുത്തൊരു മുറിയിലേക്കായിരുന്നു. അവിടെയും ഒരുപാട് പോർട്രേറ്റ്സും അതുപോലെ തന്നെ പഴയകാല ഫേർണിച്ചേഴ്സും ഒക്കെ ആയിരുന്നു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോ പ്രധാന മുറികളിൽ പോകുമ്പോഴും നമ്മൾ ഒന്നും വായിച്ചു കാണുന്നില്ലെങ്കിൽ പോലും നമുക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല കാഴ്ചകളായിരുന്നു. ഓരോ ഫേർണിച്ചേഴ്സിൻ്റെ ഡിസൈൻ ആയാലും ക്ലേ പോട്ടുകളുടെ ഡിസൈൻ ആയാലും ലൈറ്റ്സ് ആയാലും ഒക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നതും. അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഓരോ വസ്തുക്കൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ മുറികളിൽ എത്തുമ്പോഴും നമ്മൾ അറിയാതെ ഒന്ന് പഴയ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ഇമാജിൻ ചെയ്യും. ആണോ? ഇതെന്തോ? ജെയിംസ് കെന്നഡിയുടെ സിൽവർ മൗണ്ടഡ് ലിറ്ററലി കട്ട് കൗരി ഷെൽ ബോക്സ്. ഓ, ഈ ഷെൽ ബോക്സ് ആണ്. ഷെല്ല്. ബ്രൈഡൽ ഹ്യൂമൻ ഹെയറോ? ഇതല്ലേ? അവിടെ പണ്ട് ഓർമ്മയുണ്ടോ ഒരു മിസ്റ്റർ ബീൻ്റെ ഒരു സിനിമയിൽ ആ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ തലയിൽ? നീ വേണമെങ്കിൽ ഒന്ന് തൊട്ട് നോക്കിക്കോ. നീ ഇങ്ങനെ സർപ്രൈസ്ഡ് ആവാൻ പോകുന്നൊരു മുറിയുണ്ട്, ഫർണിച്ചേഴ്സൊക്കെ കണ്ടിട്ട് അപ്പുറത്ത്. ഞങ്ങൾ ആ റൂം ഇപ്പോൾ കണ്ടു. ഞങ്ങൾ 3 പേരിൽ ജിമ്പിളായിരുന്നു ഈ ഒരു കാസൽ വിസിറ്റ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. കാരണം അവന് ഹിസ്റ്ററിയെക്കുറിച്ച് അറിയാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഓരോ പോർട്രേറ്റ്സ് അല്ലെങ്കിൽ ഓരോ റൂംസിലെ കാര്യങ്ങളും ഈ ബുക്ക്ലെറ്റ് നോക്കിയും അവിടെ എഴുതിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയായിരുന്നു ഞങ്ങളുടെ ഇവിടെ വന്നത്. ക്ലെമൻറ്റിന് അയച്ചു കൊടുക്കാം. ക്ലെമൻറ്റ്, നിൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. സെയിം ടു സെയിം. ഞങ്ങൾ ജിമ്പിളിനെ കാത്തിരിക്കുകയാണ്. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്നവർ വിചാരിക്കും ഇവൻ മാത്രമേ ആസ്വദിച്ച് ഇതൊക്കെ കാണുന്നുള്ളത്.
നിനക്ക് നല്ല സന്തോഷമുണ്ടല്ലോ ഈ റൂം കണ്ടിട്ട്. ഈ കാണുന്നതാണ് ചരിത്ര പ്രസിദ്ധമായ സെന്റ് പാട്രിക് ഹാൾ. ഇത് 18-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. കിങ് ജോർജ് മൂന്നാമൻ കൊണ്ടുവന്ന ഓർഡർ ഓഫ് സെന്റ് പാട്രിക് പ്രകാരമുള്ള സെറിമണീസ് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഹാൾ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് പ്രസിഡൻഷ്യൽ ഇനാഗ്രേഷൻ പോലുള്ള പ്രധാന ഔദ്യോഗിക പരിപാടികൾക്കായിട്ട് ഇത് ഉപയോഗിച്ചു വരുന്നു. ഒരു ദിവസം അതായത് സെയിൻറ്റ് ജോൺ അവിടുത്തെ ഒരു സെയിൻറ്റ്, ഈ സലോമി എന്ന് പറയുന്ന ഒരു പെണ്ണിന് സെയിൻറ്റ് ജോണിനെ വലിയിട്ട് ഇഷ്ടപ്പെടും. അപ്പം പുള്ളിയെ മാരേജ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കിങ്ങിന് ബാക്കി വേർഡിൽ പുറോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് കിങ് ചീപ്പേഴ്സ് എന്താണെന്ന് അവരെ ഒരു ചാട്ടവാർ തയ്ച്ചു ആ ബൈബിളിലെ ഒരു കഥയുടെ പോർട്രേറ്റ് കാനായിൽ കല്യാണം എന്ന് പറയുന്നൊരു സീനുണ്ട് ബൈബിളിൽ. അതിൽ വൈൻ തീർന്നു അവിടുത്തെ കല്യാണത്തിന്. അപ്പം മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് അവിടുത്തെ ഫാമിലിയിലെ ഹെഡ് വന്നിട്ട് ശരിക്കും വൈൻ തീർന്നു പോയി, ഈശോയുടെ അടുത്ത് കാര്യം പറയാം, അടുത്ത് വീട്ടിൽ കാര്യം പറയും. പിന്നെ അവരെ വൈൻ തീർന്നു പോയി, നീ എന്തെങ്കിലും ചെയ്യാൻ പറയും. അപ്പം ഈശോ ചോദിക്കും, സ്ത്രീയെ എനിക്കും നിനക്ക് എന്തെന്ന് ചോദിക്കും. നമുക്ക് ഈ കാര്യം ഇല്ലെന്ന് പറയും. അപ്പം മാതാവ് പറയും, അവിടുത്തെ വേലക്കാർ പറയും, നിങ്ങളാവും പറയുന്ന പോലെ ചെയ്യാൻ പറയും. അപ്പോൾ ഈശോ പറയും, നിങ്ങൾ ഇതിനകത്ത് ഈ കുടത്തെ മുഴുവൻ വെള്ളം നിറയ്ക്കാൻ പറയും. ആ സാപത്തിന് അവർ യൂസ് ചെയ്യുന്നൊരു കുടമുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ കുറേ കുടങ്ങളുണ്ട്. ആ വേലക്കാർ മുഴുവൻ വെള്ളം നിറയ്ക്കും. എന്നിട്ട് ഈശോ പ്രാർത്ഥിച്ചത് വായിനാക്കും. ആ സീൻ. അങ്ങനെ ഞങ്ങൾ ഡബ്ലിൻ കാസലിലെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ആർട്ട് വർക്ക് ബേസ് ചെയ്തിട്ടുള്ള കുറേ ബൈബിൾ കഥകളൊക്കെ ജിമ്പിൾ പറഞ്ഞു തന്നു. അതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അടുത്തത് ഇനി എവിടെ പോകണം എന്നുള്ളൊരു റിസർച്ചിലായിരുന്നു. കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിൻ്റെ തൊട്ടടുത്ത് ഇനി ഏത് അട്രാക്ഷനാണ് ഉള്ളതെന്നുള്ളത്. അങ്ങനെ നടന്നപ്പോഴാണ് ഞങ്ങൾ റവന്യൂ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ മ്യൂസിയം ഡബ്ലിൻ കാസലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കണ്ടത്. എത്തി നോക്കിയേനെ. അതെന്താ? റവന്യൂ മ്യൂസിയം. പല സന്ദർശകരും കാണാൻ വിട്ടുപോകുന്ന ഒരു ഹിഡൻ ജെമ്മാണ് ഈ ഒരു റവന്യൂ മ്യൂസിയം. കാരണം ഇതൊരു കുഞ്ഞൻ മ്യൂസിയമാണ്. അതുപോലെ തന്നെ ഇതിരിക്കുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കണ്ണിൽ പെടാത്തൊരു സ്ഥലത്താണ്. ഇപ്പോഴും ഞങ്ങളായാൽ പോലും ഈ നടന്നു വരുന്ന സമയത്ത് അറിയാതെ കണ്ടതുകൊണ്ടൊന്ന് കയറി നോക്കിയതാണ്. എന്തായാലും ഞാൻ ഈ മ്യൂസിയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. 18-ാം നൂറ്റാണ്ടിലെ ഒരു കെട്ടിടത്തിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ കാലക്രമേണ ഈ രാജ്യത്തിൻ്റെ കസ്റ്റംസും അല്ലെങ്കിൽ ടാക്സ് സമ്പ്രദായവും എങ്ങനെയാണ് അഡ്വാൻസ്ഡ് ആയത് എന്നൊക്കെയാണ് ഈ മ്യൂസിയം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതായത് അയർലൻഡിൻ്റെ എക്കണോമിക് പാസ്റ്റ് എങ്ങനെയായിരുന്നെന്നും ആദ്യകാല കസ്റ്റംസ് ഡ്യൂട്ടീസ് മുതൽ ഇന്നത്തെ ടാക്സ് സിസ്റ്റം വരെ നമുക്ക് ഈ ഒരു മ്യൂസിയം മനസ്സിലാക്കി തരുന്നുണ്ട്. ഇന്ത്യ. എൻ്റെ വീഡിയോയിലൊന്നുമേ ഇവൻ നീ അടങ്ങിയിരിക്കത്തേ ഇല്ല, നീ എല്ലാത്തിലും ചരിഞ്ഞാ നിൽക്കുന്നേ. ഓ, ഒരു പട്ടിക്കുട്ടം പോന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നപ്പോൾ ഒരു ചെറിയൊരു ഗാർഡൻ കണ്ടു. അത് ഗാർഡ മെമ്മോറിയൽ ഗാർഡൻ ആയിരുന്നു. അതായത് ഇവിടുത്തെ പോലീസുകാർക്ക് പറയുന്നതാണ് ഗാർഡ എന്ന്. ഈ ലൈൻ ഓഫ് ഡ്യൂട്ടിക്കിടയിൽ മരണപ്പെട്ടു പോയ പോലീസുകാരുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു ചെറിയൊരു ഗാർഡൻ ആയിരുന്നു ഈ മെമ്മോറിയൽ ഗാർഡൻ. വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരുപാട് തിരക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ല. ഈവൻ ഇതൊരു ഹാർട്ട് ഓഫ് ദ സിറ്റിയിലിരിക്കുന്ന ഒരു ഗാർഡൻ ആണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു തിരക്കും ഇല്ലായിരുന്നു. ഒരു ശബ്ദങ്ങളും ഒന്നും ഇല്ലാത്ത ഏറ്റവും പീസ്ഫുള്ളായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ജിംബിൾ ഡിസപ്പിയർഡ് ഫ്രം ഹിയർ. ഓ, അതാണെന്ന് തോന്നുന്നു ജിംബിൾ. അവൻ ചേഞ്ച് ടു എ സ്റ്റാച്യു. ജിംബിൾ, ജിംബിൾ, വേർ ആർ യു? അവൻ ആ ഡോർ വഴി പോയോ പുറത്ത്? ഞാനും ഒരു പൂവായിരുന്നു, വാനും ഒരു വർണ്ണപ്പട്ടമായിരുന്നു. ഈ ഫ്ലവർ നോക്കൂ ഗായ്സ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. നമ്മളാരും കണ്ടിട്ടില്ലാത്തൊരു ഫ്ലവർ. അടിപൊളിയല്ലേ? എന്ത് കളറാണ് അതിൻ്റെ. ഞാൻ ആദ്യമായിട്ട് പൂ കാണുന്നത്. Exhibition to avoid any personal damage to the exhibition items,
Can you please wear your backpack to the front? ഞങ്ങൾ അങ്ങനെ നടന്നു വരുമ്പോൾ ഫ്രീ അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. അത് ബിയോണ്ട് കെയോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റൈൽ എക്സിബിഷൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നു. അയർലൻഡിലുടനീളം ഡിഫറെൻറ്റ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസസിലുള്ള പല ആർട്ടിസ്റ്റുകളും ചേർന്നിട്ടുള്ളൊരു കൊലാബറേഷൻ പോലെയുള്ളൊരു ആർട്ട് വർക്കുകളായിരുന്നു ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ എക്സിബിഷന് 2 പാർട്ടുകളുണ്ടായിരുന്നു. അതായത് ഈ ആർട്ടിസ്റ്റുകളുടെ പേഴ്സണൽ മെസ്സേജസ് പറഞ്ഞിട്ടുള്ള ആർട്ട് വർക്ക്സും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. അതായത് ലോകത്തെ പല ആളുകളുമായി ചേർന്നിട്ടുള്ള വർക്കുകളും ഇൻക്ലൂഡിങ് ഐറിഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷനും കൂടെ ചേർന്നിട്ടുള്ള വർക്ക്സൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ റൂട്ട്സ് എ ഡയലോഗ് ഇൻ ടെക്സ്റ്റൈൽ ആൻഡ് പോയട്രി എന്ന് പേരിട്ടിരിക്കുന്ന എക്സിബിഷനും ഉണ്ടായിരുന്നു. ഇത് കൗണ്ടി കിൽഡെയറിലെ ടെക്സ്റ്റൈൽ ആർട്ടിസ്റ്റുകളും ഐറിഷ് പോയറ്റായ ജെയിൻ ക്ലാർക്കും ചേർന്നുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. അതായത് അവരുടെ പോയമിലെ മെയിൻ തീമായ ലിവിങ്, ലവിങ് ആൻഡ് ഡൈയിങ്, ഇത് 3 ആസ്പദപ്പെടുത്തിയാണ് ഈ എക്സിബിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് എനിക്ക് ചെടി കണ്ട് കൊതി വരുന്നത്. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു കരളിൽ. അങ്ങനെ പറഞ്ഞതുപോലായിരുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ. കാരണം ഞങ്ങൾ അവിടുന്ന് നേരെ നടന്നപ്പം ചെസ്റ്റർ ബീറ്റി മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിയം കണ്ടു. അവിടെയും ഫ്രീ അഡ്മിഷനായിരുന്നു. അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടേക്കും പോയി. അവിടെയും കുറേ സന്ദർശകരൊക്കെ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡബ്ലിൻ കാസിൽ കാണാൻ വേണ്ടി മാത്രം വന്ന ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു. ഇത് ഗിഫ്റ്റ് ഷോപ്പല്ലേ? ഇത് നമ്മൾ അവസാനം പോകേണ്ട സ്ഥലമല്ലേ എപ്പോഴും? ഗ്രേറ്റ് വണ്ടേഴ്സ് ഓഫ് ചൈന ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു. ടിബറ്റൻ യോഗ നമ്മുടെ ഒന്നുമില്ല. വിസ്ഡം ഓഫ് ദ ബുദ്ധൻ നമ്മുടെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്ത്യയിൽ നിന്ന് ഒന്നും എഴുതിയിട്ടില്ല. ഹൈ പെൻ എടാ നോക്ക്. എവിടെ? ഞാൻ മാത്രം കണ്ടില്ല. കിട്ടി. ഇറ്റ്സ് ലുക്ക് ഇന്ത്യൻ. എടാ ഇത് മറ്റേ മൗണ്ടഡ് പ്രിന്റ്. സർ ആൽഫ്രഡ് ചെസ്റ്റർ ബീറ്റി, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ മ്യൂസിയം അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ മൈനിങ് എഞ്ചിനീയറും ഒരു ഫിലാന്ത്രോപ്പിസ്റ്റും ആൻഡ് എ കളക്ടർ കൂടെ ആയിരുന്നു. അതായത് ഹി വാസ് സോ പാഷനേറ്റ് അബൌട്ട് കളക്ടിങ് തിങ്സ്, റെയർ ബുക്സ്, മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് ആർട്ട് ഫ്രം എറൗണ്ട് ദ വേൾഡ് അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1950s അദ്ദേഹം അയർലൻഡിലേക്ക് മൂവ് ചെയ്തു ആൻഡ് ഒരു ന്യൂട്രലൈസ്ഡ് സിറ്റിസണായി മാറി. അതിനുശേഷം ഈ ഒരു എന്താ പറയുന്നത്, ഈ കളക്ഷൻസ് അദ്ദേഹം പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെസ്റ്റർ ബീറ്റി ലൈബ്രറി ഈ ഡബ്ലിനിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഈ മ്യൂസിയം ആണെങ്കിൽ നമ്മുടെ യൂറോപ്പിലെ തന്നെ ബെസ്റ്റ് സ്മോൾ മ്യൂസിയം ആയിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കളക്ഷൻസിൽ ഈ റിലീജിയസ് ടെക്സ്റ്റ്, ഇസ്ലാമിക് മാനുസ്ക്രിപ്റ്റ്സ്, ഏഷ്യൻ സ്ക്രോൾസ് ആൻഡ് യൂറോപ്യൻ പ്രിൻറ്റ്സ് ഇതൊക്കെ ഉൾപ്പെടുന്നു. ആർട്ടിനോടും കൾച്ചറിനോടും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ പാഷനും കോൺട്രിബ്യൂഷൻസും ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് റെസ്പെക്റ്റ് നേടിക്കൊടുത്തു. അതുപോലെ തന്നെ ഹി ബിക്കെയിം ദ ഫസ്റ്റ് ഓണററി സിറ്റിസൺ ഓഫ് അയർലൻഡ്. എവിടെ? ഇത് മാത്രം എനിക്ക് മനസ്സിലായി. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. ബിസ്മില്ലാഹി എന്ന് എഴുതിയിരിക്കുന്നത് പല കാലിഗ്രാഫിൽ. ഓ അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞങ്ങൾ നേരെ വന്നത് കോഫി ഷോപ്പിലേക്കായിരുന്നു. കാരണം നല്ല ടയേർഡായി. ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അടുത്തൊരു ഡിന്നറിന് പോകണമെങ്കിൽ തന്നെ സിറ്റിയിലായിരുന്നു പോകേണ്ടത്. അതിനുള്ളൊരു എനർജിക്ക് വേണ്ടിയിട്ടാണ് ടീയോ കോഫിയോ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ തൊട്ട് താഴെയുള്ള ആ ഒരു ഷോപ്പിലേക്ക് വന്നത്. ജിംബിൾ ഈ സമയത്ത് മ്യൂസിയത്തിൽ തന്നെ അടുത്ത ഫ്ലോറിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ടയേർഡായതുകൊണ്ട് ഞാൻ കോഫി ഷോപ്പിലേക്ക് വന്നു. വിശ്വനാഥൻ എൻ്റെ കൂടെയും വന്നു. അവന് ഈ ഒരു മ്യൂസിയം പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവന് കണ്ടിട്ട് മതിയാവുന്നില്ലായിരുന്നു. അവൻ ബാക്കിയെല്ലാം കണ്ടിട്ട് വരാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവന് കാഴ്ചകൾ കാണാൻ വേണ്ടിയും പോയി. ഞങ്ങൾ ഇവിടെ ഒരു കോഫിയും ടീയും ഒക്കെ കുടിച്ച് അവന് വേണ്ടി വെയിറ്റ് ചെയ്തൊരു അരമണിക്കൂർ അവിടെ ഇരുന്നു. ഉയരം കൂടും തോറും ചായയുടെ സ്വാദ് കൂടും. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ജിംബിൾ വന്ന് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് അടുത്ത സിറ്റിയിലേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾ നടന്നിട്ടാണ് സിറ്റി സെൻറ്ററിലേക്ക് പോകുന്നത്.
അവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ നോക്കി വെച്ചിട്ട് ഇറങ്ങിയത്. നല്ല തണുപ്പുണ്ടായിരുന്നു, അതായത് ഒരു അസഹനീയ തണുപ്പൊക്കെ ആയിരുന്നു. ഇങ്ങനെ നടന്നു വരുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോപ്പ് ഞാൻ കണ്ടു. കാരണം എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ അമേത്തി സ്റ്റോൺ അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോൺസ് അല്ലെ ബീഡ്സിലുള്ള മാലകളും ഹാൻഡ് ചെയിനും മോതിരങ്ങളും ഒക്കെ ഇടുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കയറിയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതിനേക്കാളും ഈ ബീഡ്സിനൊക്കെ ഇവിടെ വരുമ്പോൾ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് വീണ്ടും നടന്നു. അപ്പൂപ്പന്മാർ പോകും. ഇവിടെ ആണല്ലോ ഞാൻ കട കണ്ടത്. അവിടെ സിങ് ബൈ ചെസ്ക. ഇതടാ. അങ്ങനെ ഞങ്ങൾ മാൽബറോ ഈ ലുവ സ്റ്റേഷൻ്റെ അടുത്തുള്ള സിങ് ബൈ ചെസ്ക എന്നുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. ഇവിടെ ഇന്ത്യൻ ഫുഡാണ് കിട്ടുന്നത്. പിന്നെ വിശ്വനാഥനുമായിട്ട് വരുമ്പോൾ ഞങ്ങൾ നോർമലി നോക്കുന്നൊരു കാര്യമാണ് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടോ എന്നുള്ളത്. അവന് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് ഫിക്സ് ചെയ്യാറുള്ളൂ. എന്തായാലും അവന് കഴിക്കാൻ പറ്റുന്ന കുറേ വെജിറ്റേറിയൻ ഡിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 12 അല്ലെങ്കിൽ 14 യൂറോ ആയിരുന്നു ഈ ബുഫേയുടെ റേറ്റ് വരുന്നത്. എനിക്കൊന്നും യഥാർത്ഥത്തിൽ ഇത് നമുക്ക് ശരിക്കും കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു 14 യൂറോയ്ക്ക് കഴിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്. ദാറ്റ്സ് വെജിറ്റേറിയൻ, ഓൾ വെജിറ്റേറിയൻ. ദിസ് ഈസ് നോൺ വെജ്. ക്യാമറയുടെ മുന്നിൽ കുറച്ചെടുക്കുന്നുണ്ടെങ്കിലും ഇത് കഴിഞ്ഞാൽ വെട്ടി വിഴുങ്ങുന്നതാണ്. മതിയോ? അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. എന്നെ ബസ് കയറ്റി വിട്ടിട്ടാണ് ഇവർ തിരികെ പോകുന്നത്. മോളൻ സ്ട്രീറ്റിൽ ഞാൻ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ബസ് സ്റ്റാർട്ട് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഓടിച്ചാടി വന്നൊക്കെയാണ് കയറിയത്. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് അവരെന്നെ ബസ്സിൽ കയറ്റി വിടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി, അവരവരുടെ വീട്ടിലേക്കും പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടായിരുന്നു എന്ന് കരുതുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.